കേന്ദ്ര ഏജൻസികളായിട്ടുള്ള CBI ED അന്വേഷിക്കുന്നതിൽ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭയക്കുന്നതിന് അനുജ്ഞ കൊടുത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്യാന്നുള്ളൊരു അവസ്ഥയില്ല. പലരുടെയും ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ട് ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല. അവരെല്ലാം പുറത്ത് വിഹരിക്കുമ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ്. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തകളിൽ ഒന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരുപാട് നടപടികൾ നടക്കുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വളരെയധികം കുറവാണ്. ഇതിനിടയിൽ നിർണായകമായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത് തന്ത്രിയുടെ അറസ്റ്റ് ആയിരുന്നു. തന്ത്രിക്കും ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്കുണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതിന്റെ അന്വേഷണങ്ങളൊക്കെ സജീവമാവുകയാണ്. പക്ഷേ ഇതിനിടയിൽ ചില ആളുകൾ ചില ആരോപണങ്ങൾ, ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്നു. സർക്കാർ എന്തുകൊണ്ടാണ് അന്വേഷണത്തിനോട് മാറി നിൽക്കുന്നത്, ED പോലുള്ള അന്വേഷണത്തിനോട് ഭയക്കുന്നത് എന്നുള്ളതാണ് ഈ സംഘത്തിന്റെ ചോദ്യം. ചേട്ടാ, എവിടെ നിന്നാണ്, എന്താണ് ആവശ്യം? അഖിലേന്ത്യാ പ്രജാസഭയുടെ ദേശീയ ചെയർമാനാണ് MS ശ്രീരാജകൃഷ്ണൻപൂറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു റിറ്റ് ഫയൽ ചെയ്യുകയാണ്. കാര്യം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ CBI അന്വേഷണം, സമഗ്രമായ CBI അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് റിറ്റ് ഫയൽ ചെയ്യുകയാണ്. കാര്യം അന്വേഷണത്തിൽ പല സംശയങ്ങളുണ്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായിട്ട് ഇത് പല ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് സ്വർണ്ണക്കൊള്ളയുടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മുടെ ഭാരതീയ നിയമസംഹിത പ്രകാരം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ നിയമ നടപടികളിലൂടെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. കൂടാതെ കേന്ദ്ര ഏജൻസികളായിട്ടുള്ള CBI ED അന്വേഷിക്കുന്നതിൽ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭയക്കുന്നതിനാണ്. അതിന്റെ ആവശ്യമില്ല. സത്യം എന്തായാലും പുറത്തു വരണം. നമ്മുടെ ജനത ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നതാണ്. ഇതിന്റെ സത്യാവസ്ഥ മുഴുവനായിട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതില് തന്ത്രിയുടെ ഒരു പങ്ക് അല്ലെങ്കിൽ തന്ത്രിയുടെ അറസ്റ്റിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് അനുജ്ഞ കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതലായിട്ട് കോടതിയുടെ കാര്യങ്ങൾ പുറത്ത് വരുമ്പോഴേ ഇനിയിപ്പോൾ അറിയാൻ പറ്റൂ. എങ്കിലും അനുജ്ഞ കൊടുത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്യാന്നുള്ളൊരു അവസ്ഥയില്ല. കാരണം അദ്ദേഹം പുറത്ത് കൊണ്ടുപോകാനായിട്ട് അനുജ്ഞ കൊടുത്തില്ല എന്നുള്ളൊരു കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെ തെറ്റല്ലേ? ഇത് പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് പാളികൾ പുറത്ത് കൊണ്ടുപോകാതിരിക്കാൻ അദ്ദേഹം അനുവാദം കൊടുക്കാത്തതിന് നല്ലൊരു കാര്യമില്ല. അത് സംരക്ഷിക്കാനല്ലേ അദ്ദേഹം അനുവാദം കൊടുക്കാത്തത്, അനുജ്ഞ നടത്താത്തത്. പിന്നെ മൗനം മൂളി എന്ന് പറയുന്നുണ്ട്. മൗനം മൂളുക എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡാണ്. ആചാര കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ താന്ത്രിക അധികാരം. അപ്പൊ അതനുസരിച്ച് ദേവസ്വം ബോർഡ് അത് പുനരുദ്ധാരണത്തിന് വേണ്ടി പുറത്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ തന്ത്രം കൈകാര്യം ചെയ്യുന്ന മഹേഷ് തന്ത്രി അറിഞ്ഞിട്ടില്ല. അവരത് പറയുകയും ചെയ്തു. പുറത്ത് കൊണ്ടുപോകുന്നുള്ള വിഷയം അവരാരും അറിഞ്ഞിട്ടില്ല. പുറത്ത് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിട്ടുമില്ല. അപ്പൊ അത് പുറത്ത് കൊണ്ടുപോയെങ്കിൽ തീർച്ചയായിട്ടും അനുഷ്ഠാനം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന തന്ത്രിയല്ല, അത് പൂർണ്ണമായിട്ട് ഉത്തരവാദികള് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിട്ടെ, അതായത് ഇപ്പൊ തന്ത്രി അനുവാദം കൊടുത്തില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ തന്ത്രി അതിന് കൂട്ടുനിന്നില്ല എന്ന് പറയുന്നു. ഇപ്പോ ഒരു കട്ടിലപ്പാല അല്ലെങ്കിൽ ശബരിമലയിലെ ഓരോ വസ്തുക്കളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഒരാളാണല്ലോ തന്ത്രി. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഹയർ അധികാരികളെ അറിയിക്കാമായിരുന്നല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ തോന്നുന്നു പറയാമായിരുന്നല്ലോ, ഒരു വാക്കാലെങ്കിലും. അദ്ദേഹം അത് ചോദിച്ചു, ഉടനെ വരും എന്നുള്ളൊരവസ്ഥയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ അങ്ങനെ അത് ചോദിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ, അതായത് ഇപ്പോ ഒരു പുതിയൊരു അന്വേഷണം വേണമെന്ന് പറയുന്നു, കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. അപ്പൊ SITയുടെ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ട് എന്നാണ്. SITയുടെ അന്വേഷണത്തിൽ അതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞ പല അറസ്റ്റുകളും അല്ലെങ്കിൽ പല ചോദ്യം ചെയ്യലുകളും പിന്നെ ഇന്ന ആൾക്കാരെ ചോദ്യം ചെയ്യണമെന്ന് ഇത് വന്നിട്ട് പോലും അവരെല്ലാവരും പുറത്ത് വിഹരിക്കുകയാണ്. അവരുടെ പുറത്ത് ഇപ്പൊ ശങ്കർദാസ് ആയാലും ശരി, കടകംപള്ളി ആയാലും ശരി, മന്ത്രി കടകംപള്ളി അദ്ദേഹമാണെങ്കിലും ശരി, കൂടാതെ ദേവസ്വം മുൻ പ്രസിഡന്റ് പ്രശാന്ത് ആണെങ്കിലും ശരി, പലരുടെയും ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ട് ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല. അവരെല്ലാം പുറത്ത് വിഹരിക്കുമ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും CBI അന്വേഷണം തന്നെയാണ് അനിവാര്യം. അത് അടിയന്തരമായിട്ട് വേണ്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. അപ്പൊ ഹൈക്കോടതിയിൽ ഇന്നും വിശ്വാസമാണ്. കോടതിയിൽ നിയമസംഹിതയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ വീണ്ടും ഹൈക്കോടതിയെ തന്നെ സമീപിക്കുന്നത് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നല്ലൊരു നടപടി തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ നല്ലൊരു നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു നിയമനടപടി. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഇത് ബന്ധങ്ങൾ ഒരുപാടുണ്ട്, ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പുറത്തു വരട്ടെ.
ഈ ശബരിമലയിലെ വിശ്വാസികൾ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളല്ല. കാരണം എല്ലാ വിഭാഗവും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ 4-5 ആളുകൾ മാത്രം കേന്ദ്രീകരിച്ച് ഒരു മോഷണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന പല പേരുകളും CPM-മായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേരുകളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോ തന്ത്രി ആണ് അറസ്റ്റിലാകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ മാത്രം ഒതുങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇവരിൽ മാത്രമല്ല, അതാണല്ലോ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഈ ഒരു കേസ് അന്വേഷണം നിൽക്കരുത്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് തന്ത്രിയുടെ അറസ്റ്റോട് കൂടെ ഈ ഒരു കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നലാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നലല്ലോ, നമ്മുടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണല്ലോ. ഇത് അവസാന വാക്ക് തന്ത്രിയെ കൊണ്ട് നിർത്തുക, ദൈവതുല്യൻ എന്നുള്ള രീതിയിൽ തന്ത്രിയെ കാണിക്കുക, തന്ത്രിയിൽ അറസ്റ്റ് വരുത്തുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. സമൂഹത്തിന് തന്നെ മനസ്സിലായ കാര്യമാണ്. ഞാനെന്ന വ്യക്തിക്കല്ല, സമൂഹത്തിന് തന്നെ മനസ്സിലായ കാര്യമാണ്. കാര്യം പൂർണ്ണമായിട്ട് കൂടുതൽ എന്തെങ്കിലും നമ്മൾ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ അറസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ നിയമം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ എന്നാലും ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്നും തന്ത്രി അഖിലേന്ത്യാ വിചാരക സഭ ഉണ്ടാകും. കൂടാതെ തന്നെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. ഇപ്പൊ പിണറായി സർക്കാരിന്റെ പല നേതാക്കന്മാരും പറയുന്നത് അത് തന്നെയാണ്. ഇത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടും, സത്യം പുറത്തു വരുമെന്നാണ് അവരും അവകാശപ്പെടുന്നത്. പക്ഷെ അവരിലേക്ക് ഒരു വിഭാഗം ആളുകൾ വിരൽ ചൂണ്ടുന്നുമുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് തെറ്റ് എന്തായാലും CBI അന്വേഷിക്കട്ടെ. അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരാളെയും ഈ ഇന്ന ആള് മോശക്കാരനാണെന്ന് പറയുന്നില്ല. എന്തായാലും CBIയുടെ അന്വേഷണം ശക്തമായ രീതിയിൽ തന്നെ അത് തെറ്റുകൾ ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരെ പുറത്ത് കൊണ്ടുവരുന്നത് തന്നെയാണ് വിശ്വാസം. ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. തന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ടോ? തന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം തന്ത്രിയുമായിട്ട് ഈ ഒരു വിഷയം, വാജിവാഹനത്തിന്റെ വിഷയം വന്നപ്പോൾ തന്ത്രി പ്രചാരക സഭയുടെ ദേശീയ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ സത്യാവസ്ഥ അത് പറഞ്ഞു. വാജിവാഹനം അവിടെയുണ്ട്. അന്ന് മൗസർ ഒപ്പിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അന്നത്തെ പ്രസിഡന്റ്, ദേവസ്വം പ്രസിഡന്റ് മൗസർ ഒപ്പിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ വാജിവാഹനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാജിവാഹനം ഞാനത് പുറത്തിങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ അത് കച്ചവടം നടത്തി എന്നുള്ള രീതിയിൽ സംസാരം വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും തുറന്നു പറഞ്ഞു, അങ്ങനെ ഒരു വിഷയമില്ല, മണത്തിൽ തന്നെ ഉണ്ട്. ഏത് സമയം ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ചേട്ടാ തിരിച്ചു കൊടുക്കാമെന്നൊരു ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് അതുപോലെ തന്നെ കൈകാര്യം ചെയ്തു. തിരിച്ചു കൊടുക്കാമെന്ന് തന്നെ ലെറ്റർ കൊടുത്തു. അവർ ഇതുവരെ എടുത്തില്ല എന്നുള്ളതാണ് സത്യം. വിജിലൻസ് വന്ന് അതൊക്കെ നോക്കിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് പോയെന്ന് പറഞ്ഞു. എന്തോ പേപ്പേഴ്സൊക്കെ റെഡി ആവാനുണ്ട്, അത് കൊണ്ടുപോകാനെന്നും പറഞ്ഞു. ഇപ്പൊ പലരും പറയുന്ന പോലെ വാജിവാഹനം അത് എടുത്തുകൊണ്ട് പോയതല്ല. അത് അന്ന് ഉപയോഗയുക്തമായിട്ട് വന്നപ്പോൾ അത് ഉപയോഗിക്കാൻ സാധിക്കാത്തൊരവസ്ഥ, പുതിയ കൊടിമരം വരുമ്പോൾ പഴയ വാജിവാഹനം എടുക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ അന്ന് തന്ത്രിക്ക് കാര്യം യഥാർത്ഥത്തിൽ ഈ പറയുന്നുണ്ട്, ദാരിശിലയാണെങ്കിൽ നമ്മൾ അഗ്നിയിൽ ദഹിപ്പിക്കുക, അതുപോലെ തന്നെ കൃഷ്ണശിലയാണെങ്കിൽ ജലത്തിൽ ഒഴുക്കുക, ലോഹമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭൂമിക്കടിയിൽ ജലത്തിൽ ഒഴുകുക, ഭൂമിയിൽ കുഴിച്ചുവിടുക ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ലോഹമാണെങ്കിൽ ഉരുക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ തന്ത്രിയുടെ അവകാശമായിട്ട് അത് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ തെറ്റു പറയാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിന് ചെറിയൊരു പാളിച്ച വന്നു. അത് ഉരുക്കി ലോഹമായിട്ട് വാങ്ങിക്കാനുള്ളതായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വന്ന ചെറിയൊരു തെറ്റാണ്.